ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കുറ്റ്യാടി എന്ന സൈറ്റിലാണുള്ളത്. ഏകദേശം 2600 സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണുള്ളത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സിറ്റ് ഔട്ട് നേരെ വരുന്നത് നമുക്കൊരു ഫോയർ ഏരിയ ഒക്കെ വരുന്നത്. ഫോയറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിവിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോർട്ട്യാർഡ് കഴിഞ്ഞതിന് ശേഷം നേരെ വരുന്നത് നമുക്ക് ഈ ഒരു സെക്ഷനിലേക്കാണ് ഡൈനിങ്ങിൻ്റെ സെക്ഷനാണ് വരുന്നത്. ഈ ഡൈനിങ് സെക്ഷൻ്റെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് ചെയ്യുന്നൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡൈനിങ്ങിൻ്റെ ഇവിടുന്ന് താഴേക്കാണ് നമ്മളെ ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അതൊരു പേശോ അത്യാവശ്യം ലെങ്ത്തും എടുത്തിലുള്ള നല്ലൊരു പേശോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ ബേസിൻ്റെ സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ജെ പൈപ്പ് വെച്ചിട്ട് ഗ്ലാസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലിവിങ്ങിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ലിവിങ്ങിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം ഡബിൾ ഹൈറ്റിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു സൈഡിലേക്കാണ് ഇതിൻ്റെ ടി വി യൂണിറ്റ് സെക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ ഇലക്ട്രിക്കൽ പ്ലംബിങ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. നമ്മൾ ടി വിയുടെ കേബിൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വലിയ പൈപ്പ് നമ്മൾ ബെൻഡിട്ട് കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഫുള്ള് വുഡിലാണ് ഈ ഒരു സൈറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുള്ള് പോളിഷ് റോഡ് വെച്ചിട്ട് ഏകദേശം 16 mm പോളിഷ് റോഡാണ് ഇത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വുഡും പോളിഷ് റോഡും കൂടിയാണ് ഇത് ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ഹൈറ്റ് ആണ് ഇത് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ടോട്ടൽ വരുന്നത് 2 ബെഡ്റൂമാണ് വരുന്നത്. 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം. ബെഡ്റൂമിൻ്റെ പൊസിഷൻ വരുന്നത് ഈ ഒരു ഫസ്റ്റിലെ ബെഡ്റൂം വരുന്നത് ഇതിൻ്റെ പൊസിഷൻ വരുന്നത് ഹെഡ് പൊസിഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. 2 സൈഡിൽ നമ്മളത് സിംഗിൾ വിൻഡോസ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ടിലെ ഹെഡ് പോർഷൻ നമുക്ക് ഫ്രീ ആയി കിട്ടുമ്പോൾ ഏറ്റവും ബെറ്റർ ആണ് വരുന്നത്. 2 സൈഡ് ടേബിളിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളത് സൈഡ് വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ വാർഡ്രോബ് സെക്ഷൻ വരുന്നത് ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്കാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ടോയ്ലറ്റ് സെക്ഷൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോമൺ ആയിട്ടും ഈ ബെഡ്റൂമിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റൽ സ്റ്റെയർ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കോൺക്രീറ്റിലല്ല ചെയ്തിട്ടുള്ളത്, മെറ്റൽ സ്റ്റെയർ ആണ് ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ലെങ്ത്തിലുള്ള ഒരു ലാൻഡിങ് കൂടെയാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ മെറ്റൽ ആൻഡ് വുഡൻ കോമ്പിനേഷനാണ് ഇതിൽ സ്റ്റെയറിൻ്റെ ഭാഗം എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ബെഡ്റൂമിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബേ വിൻഡോ ആണ് വരുന്നത്. നല്ലൊരു അത്യാവശ്യം ലെങ്ത്തും വിടുത്തിലുള്ള നല്ലൊരു ബേ വിൻഡോ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ബെഡ്റൂമിൻ്റെ ഒരു പോർഷനും സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഈ ഒരു ബേ വിൻഡോ അവിടെ വരുന്നത്. അതുപോലെ തന്നെ സെയിം ലൈറ്റിന് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഹെഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സെയിം രണ്ട് സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ് പോർഷനിൽ നമ്മൾ ഇവിടെ ഒരു ലൈറ്റ് പോയിന്റ് വരുന്നുണ്ട്. അത് ഫൈനൽ സ്റ്റേജിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പിക്ചർ ഫ്രെയിം അതേപോലെ തന്നെ വാളിൻ്റെ ഡിഫറെൻറ്റ് കളറിൽ കാര്യങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു അടിപൊളി ഒരു ബെഡ്റൂമായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ സെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലേക്കാണ് ഇതിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ സൈഡ് വരുന്നത്. അതുപോലെ തന്നെ അതിന് അറ്റാച്ച് ആയിട്ട് നമ്മളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രെയർ റൂമിൻ്റെ ഡോർ വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നല്ലൊരു ആക്സസിന് ഇതിൽ വരുന്നത്. നേരെ വിൻഡോസും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഈ ഒരു സെക്ഷനിലൊക്കെ ഹൈറ്റുള്ള വിൻഡോസിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് പോളിഷ് റോഡിൻ്റെ ഫ്രെയിമായിട്ടാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത് വിൻഡോസ്. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം നല്ലൊരു 2-3 ആൾക്കാർക്കൊക്കെ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രയർ റൂമാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡൈനിങ് പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ വരുന്നത് നമ്മുടെ ഒരു കിച്ചണാണ് വരുന്നത്. കിച്ചൻ്റെ സെക്ഷൻ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഈ ഒരു സൈഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ വിൻഡോസിൻ്റെ സെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരാൾ നിൽക്കുന്ന ഒരു ഹൈ ലെവലിലാണ് നമ്മൾ ഈ വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് നമുക്ക് കബോർഡ് മിസ്സാവാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കബോർഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. അതേപോലെ തന്നെ സ്റ്റോർ റൂമിൻ്റെ സെക്ഷൻ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. നേരെ വരുന്നത് നമ്മൾ വർക്ക് ഏരിയ സെക്ഷനിലാണ്. സെയിം വിൻഡോസ് തന്നെയാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിന് മുകൾ ഭാഗത്തായിട്ട് നമ്മൾ കബോർഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ പുകയില്ലാത്ത ഒരു അടുപ്പിൻ്റെ സെക്ഷനിലുള്ള ഏരിയ ഇവിടെ കണ്ടിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പും അതുപോലെ തന്നെ സ്റ്റൗവും വെക്കാനുള്ള അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സെക്ഷനാണ് ഈ വരുന്നത്.
അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനാണ് നമ്മളെ സ്റ്റെയറിൻ്റെ സെക്ഷൻ വരുന്നത്. സ്റ്റെയർ കയറി വന്നാൽ ഫസ്റ്റിൽ കിട്ടുന്ന ലാൻഡിംഗ് ആണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനാണ് വരുന്നത്. നമ്മുടെ രണ്ട് സൈഡിലും സീൻ ബിലോ ആണ് വരുന്നത്. ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ലിവിങ്ങിൻ്റെ സീൻ ബിലോ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ താഴത്തെ കോർട്ട്യാർഡിലേക്കുള്ള സ്പേസ് ആണ് വരുന്നത്. അത്യാവശ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാൽ തന്നെ മുകൾക്കുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അത് ഒരു കണക്ഷൻ കിട്ടുന്ന ഒരു പോർഷനാണ് ഈ സീൻ ബിലോ വരുന്നത്. അതുപോലെ തന്നെ ബാൽക്കണി സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് താഴേക്കൊരു സീൻ ബിലോ വരുന്നുണ്ട്. പിന്നെ ബാൽക്കണിയിൽ നിന്ന് ഈ ഒരു സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ടെറസ് ആണ് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂം ഒന്നും നമുക്ക് കാണാം. ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാത്ത് അറ്റാച്ച് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൽക്കണിയാണ് ഇതിൽ വരുന്നത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല ലെങ്ത്തിലുള്ള ബെഡ്റൂമിൻ്റെ സൈസിൽ തന്നെ നല്ലൊരു വലിയൊരു ബാൽക്കണിയാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെയിമിൽ തന്നെ നമ്മളെ കട്ടിലിൻ്റെ ഹെഡ് വരുന്നത് സെയിം പോർഷൻ തന്നെ ആ ഒരു സൈഡിലേക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് സിംഗിൾ വിൻഡോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയ നമ്മൾ സിറ്റിംഗ് ഏരിയ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ബെഡ്റൂം വരികയാണെന്നുണ്ടെങ്കിൽ താഴത്തെ അതേ സ്പേസിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ബേ വിൻഡോ സെക്ഷൻ ഈ ഒരു റൂമിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സെയിമിൽ തന്നെ വിൻഡോസ് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് സിംഗിൾ വിൻഡോസ് കട്ടിലിൻ്റെ ഹെഡ് പോർഷൻ ഈ ഒരു പോർഷനിലേക്കാണ് വരുന്നത്. ഇത്രയും പോർഷനാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് വിൻഡോസ് ആണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. നമ്മൾ എയർ പാസിങ്ങിനൊക്കെ അത്യാവശ്യം നല്ലൊരു ബെറ്ററാണ് ആ കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ സർവീസിനെ കുറിച്ചിട്ട് നമ്മളെ ഓണറായിട്ടുള്ള ഷഫീഖാനോട് തന്നെ ചോദിക്കാം. നമ്മൾ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കാം. ഓക്കെ. സർവീസ് പ്ലാൻ മുതൽ ഇപ്പം പ്ലാസ്റ്ററിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ A to Z കാര്യങ്ങളും എല്ലാം അക്ബർക്ക വേണ്ട പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏത് സമയത്തും അവൈലബിൾ ആണ്, ഓൺലൈനായാലും. പിന്നെ ഇവിടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ വർക്കേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 3Dയിലുള്ള കാര്യങ്ങൾ പോലെ തന്നെ ഇപ്പോൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിരിക്കുകയാണ്.
ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. പെട്ടെന്ന് തന്നെ ബാക്കി വർക്കും കൂടി സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഹൗസ് വാമിങ്ങിലേക്ക് പോകാനുള്ളൊരു തീരുമാനമായിട്ടാണ്. അപ്പോൾ എന്തായാലും പിന്നെ ബാക്കിയുള്ള വർക്ക് ഇപ്പോൾ ഏകദേശം പ്ലാസ്റ്ററിങ് വരെയാണ് നമ്മളെ വർക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഫ്ലോറിംഗ് വർക്ക് അതേപോലെ തന്നെ പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ഇപ്പോൾ ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്